ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. ഈ ദിവസങ്ങളിൽ ദൈവജനം പ്രാർത്ഥിക്കണം. കർത്താവേ, നാളിൽ ഞങ്ങളുടെ പ്രാർത്ഥന ചടങ്ങാകാതെ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം. എന്തിനാ പരിശുദ്ധാത്മാവ് പ്രദർശനം ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതം അടയാളം കാണാനല്ല, അത്ഭുതങ്ങൾ ശരിക്കും വചനത്തെ ഉറപ്പിക്കാൻ. ദൈവജനം ഒരിക്കലും അത്ഭുതങ്ങളുടെ പുറകെ ഓടുന്നവരല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു പഠിപ്പിച്ച അതുകൊണ്ട് ആ ബൈബിൾ വായിക്കണം എപ്പോഴും പറയുന്നത്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ആരാ അന്വേഷിക്കുന്നത് അറിയാമോ? അല്ല, യേശു പറഞ്ഞു ദോഷവും വ്യഭിചാരവും ഉള്ളൊരു തലമുറ. നമ്മൾക്ക് അത്ഭുതമല്ല, ഏത് തകർച്ചയിലും നിങ്ങൾക്ക് ജീവിക്കാം, എനിക്കും ജീവിക്കാം. യേശു കൂടെ ഉണ്ടെങ്കിൽ. ബ്ലസൻ മേമന പാടിയുടെ പാട്ടുണ്ട്, യേശുവിന്റെ കൂടെയുള്ള യാത്ര ആനന്ദമേ, അമ്മാരോട് ചേർന്നിരുന്ന ഭയമില്ലേ. എത്ര കഠിനമായ ജീവിതമാണെങ്കിലും, എത്ര കൈപ്പുള്ള ജീവിതമാണെങ്കിലും മാറിലോട്ടൊന്ന് ചാടി അവനൊന്ന് കെട്ടിപ്പിടിച്ച് സങ്കടമല്ല പോകും. ഭൂമിയിലൊരു ഭാര്യയോ അപ്പനെയോ അമ്മയോ ഭർത്താവോ ആശ്വസിപ്പിക്കുന്നേക്കാൾ അവനോട് കൂടെ നടക്കണമെങ്കിൽ അവന്റെ വഴിയും അവന്റെ ഇഷ്ടങ്ങളും അറിയണം. പരിശുദ്ധാത്മാവിനെ അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾക്ക് പറയാൻ പോകാഞ്ഞാൽ ആരും വരത്തില്ല. അവൻ വന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. പോകണമെന്ന പാത ഉപദേശിക്കും. വേറെ കുറുക്കു വഴിയില്ല. പള്ളി പോലുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നില്ല. ഭക്തി കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നില്ല. സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യണമെങ്കിൽ ആത്മാവിൽ സത്യം അറിയണം. സത്യം, വചനം സത്യമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. യേശു ആരാണ്? വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവം ആയിരുന്നു. അവൻ ജഡമെടുത്ത് കൃപയും സത്യം എന്ന് പറഞ്ഞ് നമ്മുടെ പാർത്തു. ഈ വചനത്തെ അറിയണമെങ്കിൽ ഇത് എഴുതിയ വിരചിച്ചവൻ യേശു എങ്ങനെ ഉത്പാദിതമായത്? മറിയ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. നിന്റെ മേൽ ആര് വരും? വചനത്തെ വിരചിച്ചവൻ പരിശുദ്ധാത്മാവ്. വചനം എഴുതിയവൻ. വചനമാകുന്ന കർത്താവിനെ തിരിച്ചറിയണമെങ്കിൽ പള്ളിയിൽ പോയതുകൊണ്ടോ ചിലവൻ സന്ദസ്സുകൾ പോകുന്നുണ്ട്, അത് തലയിലുള്ള അറിവാണ്. അവനെ അനുഭവിച്ചറിയണേ. 3.5 വർഷം ഈശോയുടെ കൂടെ നടന്ന 12 ശിഷ്യന്മാർ ഒരുത്തൻ ഒറ്റുകൊടുത്തു, തൂങ്ങിച്ചത്തു. അപ്പോസ്തലൻ നോക്കണം. ഇതിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിക്കണം. ചുമ്മാ വലിയ രണ്ടനോ ഇടപെടനോ അല്ല. ഇത് അപ്പോസ്തലനായി ജീവിച്ചിരുന്ന യൂദാസ്ലീഹയായിരുന്നു പുള്ളി. പക്ഷെ എന്ത് ചെയ്തു? 3.5 വർഷം നടന്നിട്ടും പിശാച് കൊണ്ടുപോയി. അവന് വേണ്ടി ഒരിക്കലത്തേക്ക് അവൻ പോയിരുന്നു. പിന്നീട് അപ്പോസ്തല പ്രവൃത്തിയിൽ 11 പേർ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ ഇത് തേങ്ങലാന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിധിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ബാക്കിയുള്ളവരോ എല്ലാത്തിലും ഫ്രണ്ടിൽ നിന്നിരുന്ന ഒരുത്തരാണ് പത്രോസ്. പറഞ്ഞടുത്ത് ചാടി ഇറങ്ങിക്കഴിയുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. പുള്ളി പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ഞാൻ തന്നെ എത്തിയിട്ടില്ല. വാക്കുകൊണ്ട് പറഞ്ഞ് ആണയിട്ടിട്ട് പോലും പിന്നെ അവസാനം നമ്മൾ കാണുന്ന യേശു പറഞ്ഞു, നീ കോഴി കൂവും. അവൻ ആണയിട്ടു പ്രാഗീഷ്. ഇന്ന് രാത്രി പറയുക, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പോയത് നല്ല കാര്യം തന്നെയാണ്. അവിടെ കൊണ്ട് നിർത്തരുത്. ആത്മാവിന്റെ കൂടെയുള്ള ജീവിതം വ്യത്യസ്തമാണ്. ജീവിതം, ക്രിസ്തീയ ജീവിതം ലാഘവത്വമുള്ളതാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്നില്ല, പറ്റില്ല. നിങ്ങൾ തന്നെ ജീവിക്കാൻ നോക്കിയാൽ നിങ്ങൾ ഇടറിപ്പോകും, പതറിപ്പോകും, പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞിട്ടേച്ചു പോകും. എന്നാല് പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ചാൽ, പരിശുദ്ധാത്മാവിൽ കൂടി വചനം ഗ്രഹിച്ച് വചനത്തിന്റെ പാതയിൽ, നിങ്ങളുടെ അറിവിന്റെ പാതയിലല്ല, വചനത്തിന്റെ, പരിശുദ്ധാത്മാ പഠിപ്പിക്കുന്ന വചനത്തിന്റെ പാതയിൽ നടന്നാൽ ഏത് കൈപ്പുള്ള ജീവിതവും ആനന്ദമായി മാറും. കാരണം അവനെപ്പോഴും യേശുവിനെ ചൂണ്ടിക്കാണിക്കും. അവൻ അനുഭവിച്ചതിനെ ഓർപ്പിക്കും, മുമ്പിലുള്ള കിരീടം ഓർപ്പിക്കും. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ഹോപ്പ് തരുന്നതാണ്, പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. കൈപ്പാകാം. ഇന്ന് നിങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒത്തിരി സങ്കടങ്ങൾ, യു മേ ബി ഗോയിങ് ടു എ ലോട്ട് ഓഫ് സാഡ്നെസ് ഇൻ യുവർ ലൈഫ്. ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ. ഒരു നേരം ആശ്വസിക്കാനോ ഒന്ന് സ്നേഹിക്കാനോ ആരോരും ഇല്ലാതെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന അനേകത്തിൽ. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ ഈ ഫോൺ
ഫോൺ വിളി വരുമ്പോ പറയുന്നത് സ്നേഹമുള്ളവരായിരിക്കണേ. ജീവിതത്തിലേക്ക് മനുഷ്യനെ തകർക്കുമ്പോൾ വേദനയോട് കരയുന്ന നേരം വരുന്നുണ്ട്. ആരോഗ്യമില്ലാതെ അനാഗരെ പോലെ പാർക്കുന്നവർ എല്ലാവരും കൊണ്ട് പക്ഷെ ആരുമില്ല. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പരിശുദ്ധമാകണം. പരിശുദ്ധമാകെ എപ്പോഴും നിമിഷങ്ങൾക്കുള്ളിൽ തളർന്നു വീഴും. പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, വചനം വായിക്കാൻ തോന്നുന്ന പക്ഷെ നമ്മളെ ത്വരിതപ്പെടുത്തുന്ന ഒരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഒരു ദിവസം പറഞ്ഞ സഭയെ ആത്മാവിന്റെ ശക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറയാം. ഞങ്ങളോട് പോകുന്നില്ല, പെട്ടെന്ന് പറയാം. ദൈവത്തിന്റെ വചനത്തിലേക്ക് പെട്ടെന്ന് 2-3 വാക്യങ്ങൾ വായിക്കാൻ സമയമില്ലല്ലോ എനിക്ക്. അത് വചനം പോലെ ആനന്ദം വേറൊന്നുമില്ല. വചനം ഒരുമിച്ച് നടന്ന് ചിന്തിച്ച ബലമാണ്. പെട്ടെന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11:13. അമേൻ. ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11:13. If you then, being evil, know how to give good gifts to your children, how much more will your heavenly Father give the Holy Spirit to those who ask Him? ആമേൻ. അങ്ങനെ പാപികളായ നിങ്ങൾ, ദോഷികളായ നിങ്ങൾ അല്ലേ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ജോലിയും ഏറ്റവും കുറവുള്ളവനെ ഞാൻ പറയും. കാരണം വെച്ചാൽ കൂടുതൽ അറിഞ്ഞില്ല എന്നുള്ളത് അറിയാതിരുന്നതിന് നല്ലത്. അറിയാത്തവർക്കൊക്കെ എത്രയും പ്രശ്നമുണ്ട്. കൂടുതൽ നമ്മൾ അറിയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളരണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരെക്കാൾ കുറവുള്ളവൻ. കൂടുതൽ അറിയും തോറും കർത്താവിന് വേണ്ടി കൂടുതൽ ഫലം കഴിക്കും. എന്നാൽ ഇന്ന് രാത്രിക്കാരൻ കടന്നു വരട്ടെ, അറിവ് കൊണ്ട് കാര്യമില്ല. അറിഞ്ഞ കാര്യം പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കാൻ നമ്മെ തുണയ്ക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. മടങ്ങി വരട്ടെ. അപ്പോൾ ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു? നല്ല അല്ലേ? ഇപ്പൊ മാഡിയോട് പറഞ്ഞാൽ മോൾ കുഞ്ഞുങ്ങൾക്ക് എത്ര ബെസ്റ്റ് കൊടുക്കാം അപ്പൻ കൊടുക്കും. ഷുഗർ പറഞ്ഞാൽ തന്റെ 3 മക്കള് അവർക്ക് എന്ത് കൊടുക്കണം അപ്പൻ തന്റെ കഴിവുള്ള ഏറ്റവും ബെസ്റ്റ് കൊണ്ട് കൊടുക്കും. ഇവിടെ പറയാ, അധികം പറയാ, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നോട് ചോദിക്കുന്നവർക്ക് ഇന്ന് രാത്രി വിശ്വാസിയെ നിങ്ങൾക്ക് വേണ്ടത് പണമോ ഭൗതിക അനുഗ്രഹങ്ങളോ അല്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. കാരണം അതിനൊരു പ്രത്യേകതയുണ്ട്. അത് പഠിപ്പിക്കും, അത് ഉപദേശിക്കും, തെറ്റ് ചൂണ്ടിക്കാണിക്കും, എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ എന്നിൽ പ്രവർത്തിക്കും. കാരണം നമ്മളെ വിഷയത്തിന് ക്രിസ്തുവാകുന്ന അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന് തന്നെ കുറിച്ചൊന്നും പറയാനില്ല. പ്രത്യേകത പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത തന്നെ പ്രൊജക്ട് ചെയ്യത്തില്ല. ഇങ്ങനെ ഒത്തിരി കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളല്ല പ്രൊജക്ട് ചെയ്യുന്നത്. തെറ്റിദ്ധരിക്കരുത്. യേശു പറഞ്ഞു അവൻ തന്നെ കുറിച്ചൊന്നും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ആരെക്കുറിച്ച് പറയുന്നറിയാമോ? യേശു വചനത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങള് അനേക ചർച്ചകളിൽ പോകുമ്പോൾ കൃപാവരങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. കൃപാവരം എന്ന് മാത്രം നടന്ന ആ ഉപദേശകശക. കാരണം പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തെ അല്ല ചൂണ്ടിക്കാണിക്കുന്നത്, യേശുവിനെ, വചനത്തെ. കാരണം ഈ വചനം നോക്കിയാലേ കണ്ണാടി പോലെ മുഖം കണ്ട് നടക്കാൻ പറ്റും. കൃപാവരങ്ങളുണ്ട്, പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവാ. കൃപാവരങ്ങൾക്കല്ല മഹത്വം കൊടുക്കേണ്ടത് വചനത്തിന്. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്തുള്ളൂ. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞൊക്കെയും അവൻ എന്നോട് കേട്ടതൊക്കെയും നിങ്ങളെ എന്ത് ചെയ്യും? ഓർമ്മിപ്പിക്കും. അതാ നിങ്ങൾ നോക്കി വായിച്ചു. യേശു പറയുന്നത് എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി? ഇന്ന് ഈ ബാലൻസ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ജസ്റ്റ് അത്ഭുതങ്ങളുടെ പുറകെ ഓടുന്നൊരു ലൈഫല്ല. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയത്തക്കവണ്ണം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിച്ച് ദൈവത്തിന് ഇഷ്ടപ്രകാരം വചനപ്രകാരം ഒരുക്കി വചനമാകുന്ന ജലസ്നാനത്താൽ അവളെ കഴുകി എന്ന് അദ്ദേഹം പറയും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശുദ്ധീകരിക്കുക, എന്നിട്ട് കർത്താവിനോട് അടുപ്പിക്കുക. നമ്മുടെ കുറവുകളെ കളഞ്ഞിട്ട് നമ്മെ കാണുന്നവർ യേശുവിനെ കാണത്തക്കോണം നമ്മെ നമ്മുടെ സ്വഭാവത്തെ മാറ്റുക. എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മൾ തന്നെ ഒന്ന് വാലിഡേറ്റ് ചെയ്ത് ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പൊ പറയും, എല്ലാവരും പറയുന്നത്, ജോലി പറയും ഏറ്റവും ദുഷ്ടത ഞാൻ പറയും. കാരണം നിങ്ങൾ മാറി ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ സ്വഭാവം പല രീതികൾ നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാം. നമ്മൾ പെരുമാറുന്ന രീതികൾ, ഇടപെടുന്ന രീതികൾ, നമ്മുടെ മത്സര സ്വഭാവങ്ങൾ ഒരിക്കലും ക്രിസ്തുവുമായി നിരക്കുന്നതല്ല പലതും.
ഒന്ന് ആത്മാവിന്റെ ദൃഷ്ടിയോടെ നമ്മൾ തന്നെ നോക്കിയാൽ കുറവുകൾ കണ്ടെത്താൻ കഴിയും. തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു സഭ പരിശുദ്ധാത്മാവ. അതുകൊണ്ട് 143 സങ്കീർത്തനം 10 വാക്യം ഒന്ന് വായിച്ചാൽ എന്തിനാ ഈ ആത്മാവ് വേണ്ടത്? കർത്താവ് പറയും, എന്നോട് ചോദിക്കുന്നവർക്ക് ഒത്തിരി ഞാൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കും. എന്തിനാ ഈ ഒത്തിരി പരിശുദ്ധാത്മാവ്? ആമേൻ. 143 സങ്കീർത്തനം 10 വാക്യം. Teach me to do your will. നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ എന്ത് ചെയ്യണേ? പഠിപ്പിക്കണം. എന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്യാനല്ല, ഞാൻ പോകുന്ന കൂട്ടായ്മയിലെ പാസ്റ്ററുടെ ഇഷ്ടം ചെയ്യാനല്ല, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിലെ മനുഷ്യരുടെ ഇഷ്ടം ചെയ്യാനല്ല, എന്റെ കൂട്ടുകാരുടെയോ എന്റെ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ മക്കളുടെയോ ഇഷ്ടം ചെയ്യാനല്ല, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ എന്ത് ചെയ്യണേ? പരിശുദ്ധാത്മാവാണ് ടീച്ചിങ്, പഠിപ്പിക്കുന്നത്. വായിച്ചു അടുത്തത്. For you are my God. നീ എന്റെ ദൈവമാ. സംഘത്തക്കൻ പറയൂ, നീ എന്റെ ദൈവമാ, എനിക്ക് നിന്റെ ഇഷ്ടം ചെയ്യണം. എന്റെ ഇഷ്ടമല്ല, വീട്ടുകാരുടെ ഇഷ്ടമോ നാട്ടുകാരുടെ ഇഷ്ടമോ അല്ല, ഒരു തത്വസംഹിതയുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം ചെയ്യണം. നീ എന്റെ ദൈവമാ. അടുത്ത പറയുന്നു വായിച്ചു. May your good spirit lead. നിന്റെ നല്ല ആത്മാവ്, ആത്മാവിലേക്ക് നല്ല ആത്മാവ് എങ്ങനെയുള്ള വഴിയിൽ നമ്മെ നടത്തട്ടെ? നിരപ്പുള്ള, നേരെയുള്ള, ഉപദേശ പെശകില്ലാത്ത വഴികളിൽ നമ്മെ നടത്തട്ടെ. കരയണം, നിങ്ങൾ കരയണം. ഇന്ന് പുതിയ സഭയ്ക്ക് ദൈവം തമ്മിൽ പരിശുദ്ധാത്മാവാണ്. പുത്രൻ ഇവിടെ ഇരിക്കാൻ നമ്മൾ ഇമ്മാനുവൽ അദ്ദേഹത്തിന്റെ പേര് അല്ലേ? 2-3 പേർ കൂടി നമ്മൾ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കാനും വേണം. കർത്താവ് പറഞ്ഞു പോരാ, ആര് വേണം ഇവിടെ കൂടെ? പരിശുദ്ധാത്മാ. ഞാൻ പോയി അപ്പനോട് ചോദിക്കും. എന്നേക്കും എന്നേക്കും. ഇന്ന് ചില പറയുന്നത് നിന്നുപോയി, പണ്ട് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അങ്ങനല്ല യേശു പറഞ്ഞു. വായിച്ചു നോക്കണം. എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കണം. പത്രോസ് പറയുമ്പോൾ സഹോദരന്മാരെ പക്ഷെ കുത്തുകൊണ്ടവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? കാരണം ഇവിടെ ആത്മാവ് വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഭയമില്ല, ലജ്ജയില്ല യേശുവിനെ കുറിച്ച് പറയാൻ. അയ്യോ, ഞാൻ സുശീലം പറഞ്ഞ അവർക്ക് മുറിവ്. സുശീലം പറഞ്ഞു, അത് എത്ര സ്വന്തമാണേലും ഞാൻ ചില പറയുന്നു, മാമോദിസ എന്ന് പറഞ്ഞാൽ മുക്കുക. മാമോദിസ മുക്കി. ആരെ മുക്കണം? പ്രായമുള്ളവരെ മുക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ മുക്കാൻ പഠിപ്പിക്കുന്നില്ല. വിശ്വസിക്കുന്നത്. ചിലരുണ്ട് എന്തൊക്കെ ഏത് സഭയിലാണെങ്കിലും പറഞ്ഞങ്ങ് മുക്കിക്കുക. വേണ്ട, നിനക്ക് തിരിച്ചറിവുണ്ടായി എനിക്കത് വേണമെന്ന് തോന്നിയാ മുങ്ങിയ. കാരണം ഷണ്ണനോട് ഫിലിപ്പോസ് പറയുമ്പോ പുള്ളി സുവിശേഷം കേട്ടു, സ്നാനപ്പെടണം, ദൈവനീതിയാണ് മനസ്സിലാക്കി പറഞ്ഞു. ഇതാ വെള്ളം, മാമോദിസ ഏൽക്കാൻ എന്താ തടസ്സം? അവിടെ എന്നാ ഓടിവാ. അനേക സഭയിൽ ആഹാരം ഞാൻ ഇത്ര വരെ മുഖ്യം കേൾക്കുന്നു, അതിലൊന്നും കാര്യമില്ല. പക്ഷേ ഫിലിപ്പോസ് പറയുന്ന ഉടനെ ഇറങ്ങിവാ, മുക്കാന്നല്ല പറയുന്നത്. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ മാമോദിസ ആർക്ക്? വിശ്വസിക്കുന്നവർക്ക് മാത്രം. ആമേൻ. പെന്തക്കോസ്ത് കുടുംബത്തിൽ പാസ്റ്ററുടെ മോനായി ജനിച്ചിട്ട് 12-18 വയസ്സായതുകൊണ്ട് സൺഡേ സ്കൂളിൽ പോയിട്ട് മാമോദിസ മുക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇന്ന് മിക്കവാറും അതൊക്കെയാ നടക്കുന്നത്. വിശ്വസിക്കണം. ഇന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് പള്ളിയിൽ പോയി പള്ളിയിലെ ആൾക്കാരുടെയും പാസ്റ്റർമാരുടെയും ജനങ്ങളുടെയും സ്നേഹമില്ലാതെ കുഞ്ഞുങ്ങൾ അവർക്ക് ഇതോട് ഇഷ്ടമേ അല്ല. പിന്നെ അപ്പന്റെ അമ്മയുടെ കീഴിൽ 18 വയസ്സാണ് അതുകൊണ്ടങ്ങ് വരുന്നതാ. ഇവർക്ക് സ്വാതന്ത്ര്യമായി ഇവരാരും വരത്തില്ല. അവർക്ക് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ, വരണം, ഇരിക്കണം, തിന്നണം, പോകണം അല്ലേ? മക്കളെ പറഞ്ഞാൽ മണിക്കൂർ. നമ്മള് നല്ലൊരു റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരും ഓർഡർ ചെയ്ത 1 മണിക്കൂർ എടുക്കുന്ന സാധനം നന്നായിട്ട് കുക്ക് ചെയ്ത് ഇവിടെ ഇരിക്കണം, വന്നോണം, ഇരുന്നോണം, തിന്നോണം, പോയിക്കണം. അതിൽ കൂടുതലൊരു അവർക്ക് ഇരിക്കാൻ അല്പം കൂടി പോയാ എന്റെ ദൈവമേ. ഈ വ്യക്തികളൊക്കെ ജടീക പരിപാടികള് 2.5, 3.5, 4 മണിക്കൂറുള്ള സിനിമയും തമാശയും കണ്ട് അവർ കുത്തിയിരുന്നു പറഞ്ഞു. ആരാധന ഇച്ചിരി പിന്നെ അവിടെ അവര് വ്യവസ്ഥകൾക്കൊന്നും മാറിപ്പോകാത്ത പുള്ളികളാണ് എന്ന ചിന്ത. മടങ്ങി വരട്ടുന്ന രാത്രി കിടക്കുന്നവരെ പരിശുദ്ധാത്മാവിന് മാത്രമേ ലെവലായിട്ടുള്ള ഗ്രൗണ്ടിൽ നിങ്ങളെ നടത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്തിന് പരിശുദ്ധാത്മ വേണം? നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തും. മനുഷ്യത്തിന് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെ കൊതിച്ചൊരു വ്യക്തിയുണ്ട് ബൈബിളിൽ. സമയമില്ല പറയാൻ. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച നെവിന്റെ കുട്ടി വെച്ച് സംസാരിച്ചു. പുള്ളിയുടെ പേരാണ് എലീശ. എത്ര പേർക്ക് എലീശ അറിയാം? റൂബൻ അറിയാമോ? ഹാവ് യു ഹേർഡ് അബൌട്ട് എലൈഷ? Prophet Elisha? Can you say something what you heard about him?
Any story? Anything you remember about Elisha? Nothing. Okay. Anybody? ആർക്കെങ്കിലും അറിയാം എലീശയെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? He received the double portion of Elijah. ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ആത്മാവിന്റെ ഇരട്ടി പങ്ക്. അപ്പോൾ ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, പ്രതിസന്ധി വരുമ്പോൾ ലോകമനുഷ്യൻ അയ്യോ നമ്മൾ നശിച്ചു എന്ന് പറഞ്ഞ അലറിക്കറിയ ചുറ്റുമുള്ള പ്രവാചക ശിഷ്യന്മാർ. ഈ പുള്ളിക്കാരൻ കൂടാ. പുള്ളിക്കാരൻ പറഞ്ഞേ, കർത്താവേ ഇവന്റെ കണ്ണൊന്ന്, ചുറ്റും രഥങ്ങളും 1000-10,000 സൈന്യങ്ങളും ആരാമ്യ സൈന്യങ്ങളും വന്ന് പാത്തിരിക്കുന്നിടം വളഞ്ഞ് മരണം മാത്രം മുമ്പിൽ കാണുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളിരിക്കും, നിങ്ങൾ അനേക പ്രശ്നങ്ങളിലൂടെ പോകാം. യു ആർ ഓൺലി സീയിങ് പ്രോബ്ലംസ്. എന്നാൽ ആത്മാവുള്ളിലുണ്ട്, ഇരട്ടി പങ്കുണ്ട്. നിങ്ങൾ അവരെയല്ല കാണുന്ന, ആരെ കാണുന്ന അറിയാമോ? നിനക്ക് ചുറ്റും അറിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണങ്ങളെ. ശരിയാണ്, നീ കഷ്ടത്തിന്റെ മധ്യത്തില്, നീ പ്രതികൂലത്തിന്റെ മധ്യത്തില്, പക്ഷെ നിന്നെ പൊതിഞ്ഞിരിക്കുന്ന പൊതിച്ചു മാസ. ഉടനെ പുള്ളിക്കാർ ഭർത്താവിന്റെ കണ്ണ് തുറക്കണേ. കണ്ണ് തുറന്നപ്പോഴാണ് ചുറ്റും അഗ്നിമയമായ അശ്വങ്ങളും രഥങ്ങളും സ്വർഗീയ സൈന്യങ്ങളും കൊണ്ട് മല വളഞ്ഞേക്കുക. ഇന്ന് രാത്രി ജീവിതത്തിൽ പാനിക് ആകുന്ന ഒത്തിരി പേര് കാണും. പാനിക് ആകുന്ന പറയാം, ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക്. ഈ പുള്ളിക്കാരന് ഉള്ളത്തിൽ കൊതി ഉണ്ടായിരുന്നു. കൊതി മതി. നീ കൊതി ഉണ്ടെങ്കിൽ ദൈവം തന്നെ നിറയ്ക്കും. ഏലിയാവിനെ കുറിച്ച് പുള്ളി കേട്ടിട്ടുണ്ട്. ഏലിയാവ് ശക്തി പ്രാപിച്ചവനാ, പലപ്പോഴും ക്ഷീണിച്ചു പോയിട്ടുണ്ട്. നമ്മളെല്ലാം ക്ഷീണിച്ചു പോകും എത്ര ശക്തരാണെങ്കിലും. അതുപോലുള്ള പവർ അന്ധകാര ശക്തിയെ വ്യാപരിക്കുന്നു. ഒരു ഇസ്രായേലിന്റെ വാക്ക് മതി, ഒരു സ്ത്രീയുടെ വാക്ക് മതി, നിങ്ങൾ മുട്ടുമടക്കി താഴെ വീഴും. മരിച്ച മതി കർത്താവെ എന്ന് കൊതിക്കും. എനിക്ക് അവിടെ വിവരിക്കാൻ സമയമില്ല. അവസാനം ഈ ഏലിയാവ് മരിച്ച മതി എന്ന് കൊതിക്കുമ്പോൾ ദൈവാവിനെ കൈവിടുന്ന തട്ടി ഉണർത്തി അവനെ 19-19 1 രാജാക്കന്മാർ 19-19 വായിച്ചാൽ. അങ്ങനെ ഏലിയാവിനെ തട്ടി ഉണർത്തി ജീവിപ്പിച്ച് ആ കണ്ണിനെ തൊട്ട് അടയും സ്വർഗീയ അവൻ വെള്ളമൊക്കെ കൊടുത്തവനെ 40 രാവും 40 പകലും ഓടിച്ചിട്ട് ദൈവത്തിന്റെ ശുശ്രൂഷ 19-19 First Kings 19:19. So he departed from there അവിടെ നിന്ന് അവൻ പുറപ്പെട്ടു and found Elisha the son of Shaphat. ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ, ശ്രദ്ധിക്കണം. ഏലിശ സൺ ഓഫ് ഷാഫാൻ, ഷാഫാന്റെ മകനായ ഏലിശ. അവനെ നോക്കണം. നല്ലൊരു യവനക്കാരൻ, നല്ലൊരു യവനക്കാരൻ. അവൻ എന്തോ ചെയ്യുമായിരുന്നു? He was flowing with 12 yoke of oxen before him. 12 ഏർ കാളയെ പൂട്ടുക. അത് മുമ്പിൽ പുള്ളി സെറ്റ് ചെയ്ത് ഓടിക്കാൻ തോന്നുന്നു. അതിനെ സെറ്റ് ചെയ്ത് അത് വലിച്ചോണ്ട് ഒഴുക. ഇവൻ 12ാമത്തെ കൂടെ നടന്നെന്ത് ചെയ്യുക? ഉത്സാഹിയായ ഒരു യവനക്കാരൻ, ഹാർഡ് വർക്കർ യങ് മാൻ. കുഞ്ഞുങ്ങൾ ഓർക്കണം, നിങ്ങളും ഹാർഡ് വർക്കേഴ്സ് ആകണം. അപ്പനും അമ്മ എവിടെയാ? അല്ലേ? എവിടെയാ? വായിച്ചാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. എവിടെയാന്ന് അപ്പനും അമ്മയുണ്ടോ? അവിടെ വയലിൽ ജോലി ചെയ്യുന്നുണ്ടോ? ഇത് കുഞ്ഞുങ്ങൾ എപ്പോഴും ഓർത്തോണം. അപ്പനും അമ്മയും യുവർ പേരൻസ് ആർ പ്രൊവൈഡിങ് ഫോർ യു എ ലോട്ട് ഓഫ് തിങ്സ്, സിറ്റിംഗ് ആൻഡ് ഈറ്റിംഗ്. എന്റെ അപ്പനോട് അമ്മയുടെ സ്നേഹമുണ്ടോ? അതില് തന്നോ അല്ല, സ്നേഹമില്ല. നിങ്ങൾ ഏലിശയെ കാണണം. അങ്ങനെയുള്ളവരെ ദൈവം അന്വേഷിക്കുന്നത്. ഉത്സാഹികളായി അധ്വാനിക്കുന്നവരെ, അപ്പനും അമ്മയും കൊണ്ടുതരണമെന്ന് പറയുന്നവരല്ല, അവരെ കരുതുന്നവരെ. ഏലിശ ശക്തമായി എനിക്ക് പറയാനുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ സറൗണ്ട്സാണ്. അന്നേരം അവന്റെ ഉള്ളിൽ ഒരു കൊതിയുണ്ട്. ഏലിയാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ ചങ്കനകത്തൊരുപ്പെടാം. പിന്നെ രാത്രി നിങ്ങൾ ചങ്കനകത്തൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നിന്നെ തേടി വരും. ഒന്ന്, നീ ആരാണ്? ദൈവത്തിന്റെ കണ്ണിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. തങ്ങൾ ഏകാഗ്രചിത്തന്മാർ അവനത് കാണുന്നുണ്ട്. എന്ത് സംഭവിച്ചു? എന്നിട്ട് അവൻ അവിടെ ചെന്നപ്പോൾ ഷാഫാന്റെ മോനെ കണ്ടു. അവന്റെ അരികിൽ കൂടി ഏലിയാവ് പോയി. ക്ഷണിച്ചിരുന്ന ഏലിയാവാണ്. ദൈവം തട്ടി അവനെ ബലപ്പെടുത്തി. എന്നിട്ട് അവന്റെ പുതപ്പ് അവന്റെ മേലോട്ടങ്ങ്. ഒരു പക്ഷെ അവൻ കൊതിയോട്, കാരണം ഇതുവരെ അവൻ ജീവിതത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ട് അവൻ എന്തിനോ വേണ്ടി കൊതിക്കാതിരിക്കാം. ഇന്ന് രാത്രി നിങ്ങൾക്കൊരു കൊതിയുണ്ട്. ദൈവം എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. യങ്സ്റ്റേഴ്സ്, യങ് പീപ്പിൾ, നിങ്ങളെപ്പം ചെയ്യുന്ന പ്രവൃത്തി നീ അപ്പനെ ചെയ്യും. പക്ഷെ അതിനേക്കാൾ ഉപരി അവനുള്ളത് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടും. നിന്റെ ആത്മാവിന്റെ പവറിലേക്ക് വേണം. അങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും. അവൻ പോലും അറിയുന്നില്ല. അവൻ ഉഴുക. അന്നേരം ഇങ്ങോട്ട് വന്ന് ഏലിയാവ് തന്റെ പുതപ്പ്, ആത്മാവിന്റെ പുതപ്പ് തന്നെ മേലിടുന്ന ഒരു ദൈവമുണ്ട്. പുതപ്പ് വീണതും ഒരു വലിയ പവർ വന്നു പോലെ പെട്ടെന്ന് എന്തോ സംഭവിക്കുന്നു. ഏലിയ വിളിച്ചില്ല, മോനെ നിന്നെ ദൈവം തെരഞ്ഞെടുത്തിടാ, അഭിഷേകം ചെയ്തിടാ, ഞാൻ എണ്ണ ഒഴിച്ചു. പുതപ്പ് വീണതും ഇവൻ എന്തോ ചെയ്യുന്നു?
ഏലിയാവിന്റെ പുറകെ ഓടുക. അനോയിന്റിങ്ങിന്റെ പ്രത്യേകത, പുതപ്പ് നിന്റെ മേൽ വീട് കഴിഞ്ഞ പിന്നെ അപ്പനെയും അമ്മയും നിന്റെ ജോലിയും നിന്റെ പ്രയോറിറ്റീസ് നീ മറന്ന് കാട് പ്രയോഗം നല്ല ഏരിയാവിന്റെ പുറകെ നീ ഓടും. നാട് വിടും, വീട് വിടും, കൂട് വിടും, നാമതയെ കൂട്ടം വിടും. അയ്യോ, എനിക്ക് പ്രയോജനപ്പെടണേ, നാളുകൾ എനിക്ക് ഏറെയില്ലേ എന്നൊരു ചിന്തയാണ്. എന്നിട്ട് എന്നാലും അവന്റെ ചില കർത്തവ്യങ്ങൾ മറക്കാത്തവനായ എലീശ എന്നിട്ട് എന്ത് പറഞ്ഞു? ഓടിച്ചത് Please, let me kiss my father and my mother and then I will follow you. അപ്പനുള്ള എത്ര മക്കളുണ്ടെന്ന് എനിക്കറിയത്തില്ല, ചില ഒറ്റ മോനായിരിക്കാം. വിളി വീണു, പുതപ്പ് വീണു പറഞ്ഞു കഴിയുമ്പോ ഒന്ന് അപ്പൻ ഒന്നും കൊടുത്തിട്ട്, അപ്പനെ സ്നേഹിക്കുന്നൊരു ഒന്നും കൊടുത്തിട്ട്, എന്റെ അപ്പനെ അമ്മയൊന്നും ഉമ്മ കൊടുത്തിട്ട്, പിതാവേ നിന്റെ പുതപ്പ് നിന്റെ പുറകെ എന്റെ ഇഷ്ടത്തിലോ എന്റെ ബുദ്ധിക്കോളൂ നിന്റെ പുറകെ. എന്നിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു. എലിയാവ് പറഞ്ഞു, And then he said to him, go back again, for what have I done to you? അയ്യോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഇന്ന് പകൽ പരിശുദ്ധ നിനക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് മറന്നു. നാളുകൾക്ക് മുമ്പ് നിന്നെ മേൽ ചിലത് കർത്താവ് ഇട്ടു, ചിലത് നിന്നെ തൊട്ടു. നീ ഇന്ന് മറന്ന് ജീവിക്കുക. ജോലിയായി, എല്ലായി, അനുഗ്രഹമായി നീ ഇന്ന് മറന്നു പോയിരിക്കുക. എന്നാൽ ഈ ദിവസങ്ങൾ ദൈവം നിന്നെ തട്ടി ഉണർത്തുക. ദൈവത്തിന്റെ സ്പർശനം നിന്റെ മേൽ വരിക. ഇന്ന് രാത്രി ഉണരെ. ദൈവത്തിന് ചില വലിയ പ്രവൃത്തികൾ നിന്നെ കൊണ്ട് ചെയ്യിക്കാനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ പുകഴ്ചകൾ നിൽക്കാനല്ല, ദൈവത്ത് ചെറുത് വലുത് സമയമില്ല. അവസാനം നോക്കണേ, എലിയാവിനെ എടുക്കാൻ സമയമായി. നിങ്ങൾ കാണാം, എലിയാവ് നീ ഇവിടെ പാർത്തു, സമയമില്ല പ്രസംഗിച്ചു പോവാൻ. നിന്നാണ് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, എന്തിനാ പറഞ്ഞില്ല, ഞാൻ നിന്നെ വിടത്തില്ല. കൂടെ എവിടെ വരെ പോയി? യോർദാൻ കടക്കുന്നവരെ. അതുവരെ എലിയാവ് ചോദിച്ചില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചില്ല. യോർദാൻ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ നാം നീ ജീവകിരണം പ്രാപിക്കും. ആ യോർദാൻ കടക്കുന്നവരെയും പറ്റുന്നു. അന്നേരം ഏരിയയിൽ ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്താ ഉടനെ അതുവരെ പിടിച്ചു വെച്ച് അവരെ പറയാ, നിന്റെ മേലുള്ള ആത്മാവിന്റെ കണ്ടു. ആത്മാവിന്റെ ശക്തിയോട് ജീവിച്ച് ഏലിയാവും തളർന്നു പോകുന്ന കണ്ടപ്പോ പറഞ്ഞു, എനിക്ക് പോരാ. അതുകൊണ്ടാ ദൈവം കഥ പറയുക, അവൻ പാപികളായ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധ ഇരട്ടിയല്ല. യോ എലിശ ഇരട്ടിയല്ല, 10 മടങ്ങ്. എത്ര വേണം ചോദിക്കടല. അവൻ ദൈവമാ, അവൻ ഇൻഫിനിറ്റിയാ, ആൽഫയും ഒമേഗയുമാ, അവന് അളവില്ല. ഓ നിന്നെ നിറച്ചാൽ ഇതെന്ത് പറ്റി? ഏലിയാവിന്റെ ഇരട്ടി അത്ഭുതം ചെയ്തു. മരിച്ച ശേഷം ഏലീശ എന്ത് ചെയ്തു? അവന്റെ അസ്ഥിയെ തൊട്ടവർ ജീവിച്ചു. പറകത്താവിന് സമയമില്ല. എത്ര നാൾ ജീവിക്കുന്ന അറിയത്തില്ല. പരിശുദ്ധാത്മാവിനെത്താ പുത്രനെ നീ വന്നു പോയി. ഇനി പാരമ്പര്യത്തിലും പഴയ അനുഭവത്തും പറഞ്ഞുകൊണ്ട് ജീവിക്കാതെ ആത്മാവിന്റെ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാവിന്റെ നൽവരങ്ങൾ പ്രകാശിപ്പാൻ കർത്താവേ ഞങ്ങളുടെ ആത്മാവിന്റെ ദൃഢത. അവൻ ആ ചടങ്ങും ആ പഴയ പാരമ്പര്യം, അത് പെന്തക്കോസ്തിന്റെ പാരമ്പര്യമാണേലും അത് ഏത് സഭയുടെ പാരമ്പര്യമാണേലും പാരമ്പര്യം പറയാതെ അനുഭവത്തിൽ വചനത്തിൽ ജീവിക്കുന്ന നമുക്ക് എഴുന്നേറ്റ് ഗാനം പാടിയ